യെസ് ഹായ് മക്കളെ. അപ്പോൾ ഓണം എക്സാം എല്ലാവരും നല്ല തകൃതിയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എഴുതി കഴിഞ്ഞ് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ ബേസിക് സയൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരുന്നു എക്സാമിന് വന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് മിസ് വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബേസിക് സയൻസിൽ നമ്മുടെ ഓൺ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരുന്നത് എ ഫിഗർ ഷോസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പ്ലാന്റ്ലെറ്റ്സ് വിച്ച് ഹാവ് ദ സെയിം ക്വാളിറ്റി ആസ് മദർ പ്ലാന്റ്. വിച്ച് മെത്തേഡ് ഈസ് ദിസ്? നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, അതായത് മദർ പ്ലാന്റിന് അതേ ക്വാളിറ്റി ഉള്ള പ്ലാന്റ്ലെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡാണത്. ഈ മെത്തേഡിന്റെ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് എന്ത് മെത്തേഡാണത്. എയർ ലെയറിംഗ് ആണല്ലേ, അല്ലെങ്കിൽ വായുവിലുള്ള പതിവയ്ക്കലാണ് തന്നിട്ടുള്ളത്. ഇനി റൈറ്റ് ടു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ദിസ് മെത്തേഡ്. ഈ മെത്തേഡ് വഴി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പ്ലാന്റ്സിന്റെ 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ മെത്തേഡ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിന് മെയിൻ ആയിട്ട് അവർ എങ്ങനെയായിരിക്കുള്ളൂ, മദർ പ്ലാന്റിന്റെ അതേ ക്വാളിറ്റീസ് തന്നെ ഇവർക്ക് ഉണ്ടായിരിക്കും. പക്ഷേ ഇവർക്ക് നമുക്ക് കുറച്ചുകൂടി അധികം കെയർ കൊടുക്കേണ്ടി വരും. അതുകൂടാതെ തന്നെ ഇവർക്ക് പെട്ടെന്ന് ഫ്രൂട്ടിങ് ഉണ്ടായിരിക്കും, പെട്ടെന്ന് തന്നെ ഫ്ലവറിങ്ങും ഉണ്ടായിരിക്കും കേട്ടോ. പെട്ടെന്ന് കായ്ക്കുകയും പെട്ടെന്ന് പൂക്കുകയും ചെയ്യുന്ന ഇതായിരിക്കും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളതാണ് ക്ലാസിഫൈ ദ പ്ലാന്റ്സ് ഗിവൺ ബിലോ ബൈ ഗിവിംഗ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ബേസ്ഡ് ഓൺ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് റൂട്ടിംഗ്. റൂട്ടിങ്ങിൻ്റെ കുറച്ച് മെത്തേഡ്സ് തന്നിട്ടുണ്ട്. ദെൻ ഇതിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യണം. ഗുവ, ജാസ്മിൻ, ആൽമണ്ട്, പെപ്പർ, കാഷ്യൂ, ബൊഗൈൻവില്ല, സപ്പോട്ട, ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇവർ 2 പേരും എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ടതെന്നുള്ള ഹെഡിങ് നമുക്ക് തന്നിട്ടില്ല. പക്ഷെ നമുക്കറിയാം, യെസ് ഫസ്റ്റ് വൺ നമുക്കറിയാം, അത് എയർ ലെയറിങ്ങിൽ വരുന്നതാണല്ലേ. ഗുവ, കാഷ്യൂ ഒക്കെ എയർ ലെയറിങ്ങിൽ വരുന്നതാണ്, വായുവിലെ പതിവയ്ക്കലിൽ വരുന്നതാണ്. ബി പാർട്ടിൽ ജാസ്മിനും പെപ്പറൊക്കെയാണ്. അപ്പോൾ അതെന്തായാലും സെർപ്പൻറ്റൈൻ ലെയറിങ് അല്ലെങ്കിൽ നാഗപതിവയ്ക്കലായിരിക്കുള്ളൂ. ഇനി എയർ ലെയറിങ്ങിൽ നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് എഴുതാം. നമുക്ക് വേണമെങ്കിൽ അവിടെ ഗുവ ഓൾറെഡി തന്നിട്ടുണ്ട്, ദെൻ ആൽമണ്ട് വേണമെങ്കിൽ എടുത്ത് എഴുതാം. അതുകൂടാതെ നമുക്ക് സപ്പോർട്ട് എഴുതാം അല്ലേ. യെസ് സപ്പോർട്ട് എഴുതാം. സെർപ്പൻറ്റൈൻ ലെയറിങ്ങിൽ ജാസ്മിനും പെപ്പറും തന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നമുക്ക് ഒരാൾ കൂടി എടുത്ത് എഴുതാം, ബൊഗൈൻവില്ല. ഓക്കെ യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി പാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സി പാർട്ടാണ്. തിങ്സ് ടു ബി ടേക്കൻ കെയർ ഓഫ് വൈൽ സെലക്ടിങ് സീഡ്സ് ആർ ഗിവൺ ബിലോ. സീഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ കറക്റ്റ് ഗ്രൂപ്പ് ഏതാണെന്നുള്ളതാണ് എടുത്തെഴുതേണ്ടത്. എ നോക്കാം. ഹൈ ഈൽഡിംഗ് പ്ലാന്റ്സ് ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ മിഡിൽ ഓഫ് പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. സീഡ്സ് വിച്ച് ഹാവ് നോർമൽ വെയിറ്റ്. നോർമൽ വെയിറ്റ് ഉള്ള സീഡ് ആയിരിക്കണം. പ്ലാന്റിന്റെ ഏകദേശം മധ്യ കാലയളവിൽ മിഡിൽ ലൈഫ് സ്പാനിലുള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് കറക്റ്റ് ആണല്ലേ. എ കറക്റ്റ് ആണ്. ബി വരുമ്പോൾ ഹെൽത്തി പ്ലാന്റ് റൈപ്പൻഡ് ഫ്രൂട്ട് സീഡ്സ് വിച്ച് ഹാവ് നോർമൽ സൈസ്. സീഡിന്റെ സൈസ് നോർമൽ ആയിരിക്കണം, നല്ല പഴുത്ത ഫ്രൂട്ട് ആയിരിക്കണം, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കണം. അതും കറക്റ്റ് ആണ്. സി നോക്കാം. ഹൈ ഈൽഡിംഗ് പ്ലാന്റ് ഫ്രൂട്ട്സ് ഫോംഡ് അറ്റ് ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്ലാന്റ്സ്. അത് തെറ്റാണ്. പ്ലാന്റിന്റെ ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഫ്രൂട്ട് അല്ല നമ്മൾ എടുക്കേണ്ടത്, മിഡിലുള്ള ഫ്രൂട്ടാണ് എടുക്കേണ്ടത്. ഡി നോക്കാം. ഹെൽത്തി പ്ലാന്റ്സ് ഫ്രൂട്ട് റൈപ്പൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്ലാന്റ്സ് ലൈഫ് സ്പാൻ. അതും തെറ്റാണല്ലേ. പ്ലാന്റിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിലല്ല, അവിടെ നമുക്ക് മിഡിലാണ് വേണ്ടത്. അപ്പോൾ എയും ബിയും ആണ് നമ്മുടെ കറക്റ്റ് പെയർ കേട്ടോ. എ ആൻഡ് ബി ആർ കറക്റ്റ് പെയർ. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. ഓക്കെ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. A പാർട്ടിൽ when phenolphthalein is sprayed onto a white paper a pink image appeared which may be the substance used for drawing the picture. നമുക്ക് കുറച്ച് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്. ഫിനോഫ്തലിൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിങ്ക് ആവുന്നത്, അതായത് ബേസ് ക്യാരക്ടർ ഉള്ളതാണ് നമുക്ക് വേണ്ടത്. ലൈം ജ്യൂസും സാൾട്ട് സൊല്യൂഷനും വിനിഗറും ടർമറിക്കും. നമുക്ക് ഏറ്റവും പ്രോപ്പർ ആയിട്ട് വരുന്നത് ഇവിടെ സോപ്പ് സൊല്യൂഷനും ലൈം വാട്ടറാണ്. കാരണം രണ്ടിലും എന്തുണ്ട്, ബേസ് ഉണ്ട്. അപ്പോൾ അതായിരിക്കും ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആസിഡ് ബേൺസ് ആർ മോർ, അത് ബി ആണ് കേട്ടോ. Acid burns are more dangerous than hot water burns. What is the reason? What is the first aid given for acid burns? Okay, അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. Hot water burns cause thermal injury that usually stops once the heat is removed. ഹീറ്റ് റിമൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ട് വാട്ടർ ബേൺസ് നമുക്ക് അതിനെ മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ ആസിഡ് ബേൺസ് അങ്ങനെയല്ല. ഹവർ ഇൻവോൾവ് കെമിക്കൽ ഇഞ്ചുറി ആണ് അവിടെ നടക്കുന്നത്. കെമിക്കൽ ഇഞ്ചുറി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നും അതിനുള്ളിലെ ടിഷ്യൂസും എല്ലാം ഡാമേജ് ആയി പോകും. അത് ഡീപ്പർ ആൻഡ് പ്രൊലോങ്ഡ് ഡാമേജ് ആയിരിക്കും, കുറേ നാളത്തേക്കും. അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ഡീപ്പായിട്ടുള്ള ഡാമേജ് ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇനി ആസിഡ് ബേൺ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്? റിമൂവ് ദ ആസിഡ് ഇമ്മീഡിയറ്റ്ലി. നമ്മൾ എത്രയും പെട്ടെന്ന് ആസിഡ് റിമൂവ് ചെയ്യണം. റിമൂവ് കണ്ടാമിനേറ്റഡ് ക്ലോത്തിങ്, അവിടെ മലിനീകരണപ്പെട്ട നമ്മുടെ ക്ലോത്ത് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യണം. അവോയ്ഡ് ടച്ചിങ് ഓർ റബ്ബിംഗ് ദ ഏരിയ. ആസിഡ് വീണ ഏരിയ നമ്മൾ റബ്ബ് ചെയ്യാനോ ടച്ച് ചെയ്യാനോ പാടില്ല. സീക്ക് മെഡിക്കൽ അറ്റൻഷൻ ഇമ്മീഡിയറ്റ്ലി. എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ എത്തിക്കണം, മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കണം. യെസ്. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ സി പാർട്ട് ആണ്. വിനിഗർ ഈസ് യൂസ്ഡ് ടു കീപ് പിക്കിൾസ്
without decay. Yes, നമ്മൾ അച്ചാറൊക്കെ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിനാഗിരിയിൽ ഇട്ട് വെക്കുന്നുണ്ട്. റൈറ്റ് ടു അതർ യൂസസ് ഓഫ് വിനിഗർ. വിനിഗറിൻ്റെ വേറെ 2 യൂസസ് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂസ് എന്ന് പറയുന്നത് കുക്കിങ്ങിനും ഫുഡ് ഫ്ലേവറിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ക്ലീനിങ് ഏജന്റ് ആയിട്ട് കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എ പാർട്ടിൽ ചോദിച്ചിരുന്നതാണ്. എക്സാമിൻ ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് റിവ്യൂ ദ മിസ്റ്റേക്സ് ഇഫ് എനി. കുറച്ച് കാര്യങ്ങൾ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഫ്ലോറികൾച്ചർ എന്താണെന്ന് നേരെ കൊടുത്തിട്ടുണ്ട്. റിയറിംഗ് ഓഫ് ഫ്ലോറിറ്റി, അത് തെറ്റാണല്ലേ. പോൾട്രിയുടെ റിയറിംഗ് അല്ല ഫ്ലോറികൾച്ചർ വരുന്നത്. ഇറ്റ് ഈസ് എ കൾട്ടിവേഷൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ആ പേരിൽ തന്നെ ഉണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഫ്ലോറികൾച്ചർ വരുന്നത്. ദെൻ എപ്പി കൾച്ചർ എന്താണ്? അത് ഹണി ബീസിനെയാണ് നമ്മൾ റിയർ ചെയ്യുന്നത്. ദെൻ മഷ്റൂം കൾച്ചർ ആ പേരിൽ തന്നെ ഉണ്ട്. ഗ്രോയിങ് ഓഫ് മഷ്റൂംസ് ആണ്. ദെൻ പോൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത് റിയറിംഗ് ഓഫ് പോൾട്രി ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഒന്ന് മാച്ച് ചെയ്ത് എഴുതാനായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ദെൻ ബി പാർട്ടിൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഫ്രോഗ്സ് മേ അഫക്റ്റ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദിസ് സ്റ്റേറ്റ്മെന്റ്? നമ്മുടെ കാർഷിക നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രോഗ്സിന്റെ തവളകളുടെ നിലനിൽപ്പ് കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം യെസ്, തവളകൾ എന്ന് പറയുന്നത് മെക്കാനിക്കൽ കൺട്രോൾ അല്ലേ? യെസ്, അതായത് ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ, മെക്കാനിക്കൽ അല്ല ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോളിന് സഹായിക്കുന്നവരാണല്ലേ. ഫ്രോഗ്സ് ആർ ഫ്രണ്ട്ലി ഏജന്റ്സ് ദാറ്റ് ഹെൽപ്പ് us ഫോർ ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ. പെസ്റ്റുകളെയൊക്കെ തിന്ന് സഹായിക്കുന്ന നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏജന്റ് ആണ് ഫ്രോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രോഗിന്റെ ഡിസ്ട്രക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ പെസ്റ്റുകളുടെ എണ്ണം കൂടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കാരണം. ദെൻ സി പാർട്ടിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, which among the following is correct in the groups of hybrid seeds? ഹൈബ്രിഡ് സീഡ്സിൽ ഈ കാണുന്ന പേഴ്സിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പാഡിയുടെ വെറൈറ്റീസ് നമുക്കറിയാം. പവിത്ര, അന്നപൂർണ്ണ, ജ്യോതിക നമുക്ക് കാണുമ്പോൾ തന്നെ അത് പയറിന്റെ വെറൈറ്റി ആണ്. പക്ഷെ ജ്യോതിക പാഡിയുടെ വെറൈറ്റി കൂടിയാണ്. ഓക്കെ, ദെൻ ചില്ലി, ഉജ്ജ്വല, ജ്വാലാമുഖി, ഭാഗ്യലക്ഷ്മി. അവിടെ ഭാഗ്യലക്ഷ്മി പയറിന്റെ വെറൈറ്റി ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഭാഗ്യലക്ഷ്മി ചില്ലിയുടെ വെറൈറ്റി കൂടിയാണ്. ഓക്കെ, ദെൻ ലേഡീസ് ഫിംഗറിൽ വരുന്നതാണ് സൽകീർത്തി, കിരൺ, സുസ്ഥിര. ദെൻ ബ്രിഞ്ചോളിൽ വരുന്നതാണ് ഹരിത, ശ്വേത, സൂര്യ. ആക്ച്വലി ഇതെല്ലാം കറക്റ്റ് ആണ് കേട്ടോ. ഓൾ ആർ കറക്റ്റ്. പക്ഷെ നമ്മൾ ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും ചില്ലിയിലും പാഡിയിലും കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. അവർ എന്താ പറയുക, പയറിന്റെ വെറൈറ്റി അല്ലേന്ന്. പക്ഷേ ഇവർക്ക് ആ വെറൈറ്റി കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Yes, you may have noticed that fans and tube lights are working in the classrooms when there is no students. Students ഒന്നും ഇല്ലാത്തപ്പോൾ വെറുതെ ക്ലാസ്സിൽ ലൈറ്റും ഫാനൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ അങ്ങനെ ഇട്ട് വെച്ചിരിക്കുമ്പോൾ അച്ഛന്മാർ വന്ന് ചീത്ത പറയില്ലേ? അതുപോലെ തന്നെ പ്രിപ്പയർ എ പോസ്റ്റർ ഇൻക്ലൂഡിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു പ്രിവെന്റ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി. നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അതല്ലേ. പോസ്റ്റർ ഉണ്ടാക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. എന്താണ് അത്? നമ്മൾ ടേണിംഗ് ഓഫ് ലൈറ്റ് ബിഫോർ ലിവിങ്, അതായത് ഇതൊക്കെ വളരെ തെറ്റാണ്. നമ്മൾ അതുപോലെ ഇലക്ട്രിക് എനർജി വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ഓൺ വേർഡ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോസ്റ്ററാണ്. ഇതുപോലെ റിലേറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഇമേജ് ഒക്കെ വരച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ ഒരു ഇമേജ് തന്നിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വാട്ടർ വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ ഡാംസ് ഇറ്റ് ക്യാരിഡ് ത്രൂ പൈപ്സ് ആൻഡ് മെയ്ഡ് ടു ഫാൾ ഫോഴ്സ്ഫുള്ളി ഓൺ ടു ദ ടർബൈൻസ് കണക്റ്റഡ് ടു ദ ജനറേറ്റേഴ്സ്. അല്ലേ, നമ്മൾ ഡാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടർ പൈപ്സിലൂടെ കടത്തിവിട്ട് അത് ദെൻ നമ്മുടെ ടർബൈൻസിലേക്ക് വീഴുന്നു. ദ ഫോഴ്സ് ഓഫ് ഫാളിംഗ് വാട്ടർ റൊട്ടേറ്റ്സ് ടർബൈൻ. ആ വീഴുന്ന ഫോഴ്സിൽ ആ ടർബൈൻസ് എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. ദ ജനറേറ്റേഴ്സ് കണക്റ്റഡ് ടു ദ ടർബൈൻസ്. ടർബൈൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ജനറേറ്റർ ഉണ്ട്, അത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ എല്ലാ ഏരിയയിലേക്കും ഇലക്ട്രിസിറ്റി അവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സിസ്റ്റംസ് കൺവേർട്ട് എനർജി ഫ്രം ദ സൺ ടു ഇലക്ട്രിക്കൽ എനർജി? സണ്ണിൽ നിന്ന് എനർജി എടുത്തിട്ട് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ ആരാണ്? യെസ്, വി നോ ദാറ്റ് സോളാർ സെൽസ് ആണല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എ പാർട്ടിൽ ചോദിച്ചിരുന്നതാണ്. എക്സാമിൻ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് വൺ. ഏത് ഓപ്ഷൻ ആണ് കറക്റ്റ് എന്നാണ് എഴുതേണ്ടത്. സ്റ്റേറ്റ്മെന്റ് ഇത്രയേ ഉള്ളൂ. കേർഡ് ഹാസ് സോർ ടേസ്റ്റ്. കേർഡിന് ഒരു സോർ ടേസ്റ്റ് ആണുള്ളത്. അതിൻ്റെ റീസൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇറ്റ് കണ്ടെയ്ൻസ് ലാക്റ്റിക് ആസിഡ്. കേർഡിനകത്ത്, തൈരിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ റീസൺ. കറക്റ്റ് ആണല്ലേ. സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്, റീസൺ ഈസ് സ്യൂട്ടബിൾ ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോപ്പ് ഈസ് മെയ്ഡ് ബൈ യൂസിങ് കോസ്റ്റിക് സോഡ, കോക്കനട്ട് ഓയിൽ, വാട്ടർ, സോഡിയം സിലിക്കേറ്റ്, സ്റ്റോൺ പൗഡർ, color and perfume. The stages of preparation of soap are given below. Complete the missing all. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. ആഡ് കോക്കനട്ട് ഓയിൽ when it cools and stir it.
സിക്സ്തും തന്നിട്ടുണ്ട് റിമൂവ് ഫ്രം ദ മോൾഡ് ആഫ്റ്റർ സോളിഡിഫിക്കേഷൻ. നമുക്ക് ബാക്കി സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടേക്ക് വാട്ടർ ഇൻ എ സ്റ്റീൽ ബൗൾ ആൻഡ് ഡിസോൾവ് കോസ്റ്റിക് സോഡ ഇൻ ഇറ്റ്. വാട്ടർ എടുത്തിട്ട് അതിലേക്ക് കോസ്റ്റിക് സോഡ നമ്മൾ ഡിസോൾവ് ചെയ്യണം. സെക്കൻഡ് വൺ ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. തേർഡ് വൺ എന്ത് വരും? ദെൻ ആഡ് സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ 1 by 1 ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ സോപ്പിന്റെ ക്വാണ്ടിറ്റിയും ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ആഡ് ചെയ്തു. ദെൻ അടുത്തത് കളർ ആൻഡ് പെർഫ്യൂം ആഡ് ചെയ്യണം അല്ലേ. കുറച്ചുകൂടി അട്രാക്റ്റീവും അതുപോലെ തന്നെ നല്ല ഫ്രാഗ്രൻസും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കളറും പെർഫ്യൂമും ആഡ് ചെയ്തു. ദെൻ സ്റ്റിർ ദ മിക്സ്ചർ കണ്ടിന്യൂസ്ലി ടിൽ ഇറ്റ് ഗെറ്റ്സ് തിക്കണ്ട്. നന്നായി തിക്കാവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പോർ ദ തിക്ക് മിക്സ്ചർ ടു ദ മോൾഡ്. ദെൻ നമ്മളതിലേക്ക് മോൾഡിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുക. അത് സോളിഡിഫിക്കേഷൻ സംഭവിച്ചതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. ഓക്കെ, അത്രയുള്ള അതിൻ്റെ സ്റ്റെപ്സ്. ദെൻ സി പാർട്ട്, ഓൾ ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്. എല്ലാ ആസിഡ്സിനും സോർ ടേസ്റ്റ് ആണുള്ളത്. ആസിഡ്സിൻ്റെ വേറെ 2 പ്രോപ്പർട്ടീസ് കൂടി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ആസിഡ്സും മെറ്റൽസും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസ് കിട്ടുന്നുമുണ്ട്. അപ്പോൾ ആ 2 പ്രോപ്പർട്ടീസ് എഴുതിയാൽ മതി കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലെ ഈ പാർട്ടിൽ ചോദിച്ചിരുന്നതാണ് എക്സാമിൻ ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ഗ്രൂപ്പ്. ഏതാണ് കറക്റ്റ് ഗ്രൂപ്പ് എന്ന് നമ്മൾ ഈ ഓപ്ഷൻസിൽ നിന്ന് എടുത്തെഴുതാനാണുള്ളത്. ഫസ്റ്റ് വൺ ചോദിച്ചിരുന്നത് യൂറിയയുടെ നേരെ വരുന്ന യൂറിയ എന്താണ്? ഇറ്റ് ഈസ് എ കെമിക്കൽ ഫെർട്ടിലൈസർ ആണല്ലേ. കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ 1ഉം Bയും ആണ് മാച്ചിങ് വരുന്നത്. 1ഉം Bയും മാച്ചിങ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ദെൻ ടുബാക്കോ ഡെക്കോക്ഷൻ എന്ന് പറയുന്നത് 2Cയിലാണ് വരുന്നത്. ഓർഗാനിക് പെസ്റ്റിസൈഡ് ആണ്. വെർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഓർഗാനിക് ഫെർട്ടിലൈസർ ആണ്. ദെൻ ട്രൈക്കോഗ്രാമ എന്ന് പറയുന്നത് ബയോളജിക്കൽ കൺട്രോൾ ആണ്. അപ്പോൾ അതിന് നേരെ വരുന്ന ഓപ്ഷൻസ് 1B, 2C, 3D ആൻഡ് 4A ആണ്, വിച്ച് ഈസ് ഓപ്ഷൻ A. യെസ്. അടുത്തത് ബി പാർട്ടിൽ ചോദിച്ചിരുന്നതാണ് ഒരു ഫാമർ പറയാണ് ഐ അപ്ലൈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഓൺലി. അതാൾ രാസ കീടനാശിനികൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ദെൻ അടുത്ത ആൾ പറയുന്നത് ഐ അപ്ലൈ ഓൺലി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഞാൻ ജൈവ വളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അടുത്ത ആൾ പറയുന്നു ഞാൻ ജൈവവും രാസവളങ്ങളും യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഹൂസ് ഒപ്പീനിയൻസ് ഡു യു അഗ്രി വിത്ത്? എന്തുകൊണ്ട്? നമ്മൾ ആരുടെ ഒപ്പീനിയനുമായിട്ടാണ് യോജിക്കുന്നത്? എന്തുകൊണ്ട്? യെസ്, നമ്മൾ വിചാരിക്കും നമ്മൾ എന്താ പറയുക ജൈവ വളം മാത്രം യൂസ് ചെയ്താൽ മതി എന്ന്. പക്ഷേ ശരിക്കും നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് കെമിക്കൽ ഫെർട്ടിലൈസറും കുറച്ച് ഓർഗാനിക് ഫെർട്ടിലൈസറും യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് ബോത്ത് കെമിക്കൽ ആൻഡ് ഓർഗാനിക് ഫെർട്ടിലൈസർ ഈസ് ജനറലി കൺസിഡർഡ് ബെറ്റർ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ബിക്കോസ് ഇറ്റ് കമ്പൈൻസ് എ ഫാസ്റ്റ് ന്യൂട്രിയൻ അവൈലബിലിറ്റി. പെട്ടെന്ന് ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലോങ് ടൈം ബെനിഫിറ്റ്, കുറേ നാളത്തേക്ക് ആ ഒരു ബെനിഫിറ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് which method of pest control is by using traps or by hand picking? നമ്മൾ ഹാൻഡ് പിക്കിംഗ് അല്ലെങ്കിൽ ട്രാംസ് യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഇറ്റ് ഈസ് മെക്കാനിക്കൽ കൺട്രോൾ അല്ലേ. അത് മെക്കാനിക്കൽ കൺട്രോൾ ആണ്. നെയിം ആൻഡ് എക്യുപ്മെന്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഫോർ ദിസ്. ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ്, നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എന്ത്? ഫെറമോൺ ട്രാപ്പ്. യെസ്, അപ്പോൾ അത് അതിനുള്ള ആൻസർ ആയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, യെസ് ഡിഡ് യു ഒബ്സർവ് ദ ഫിഗർ വിച്ച് ഗ്യാസ് ഇസ് ഫിൽഡ് ഇൻ ദ ബലൂൺ? ഏത് ഗ്യാസ് ആയിരിക്കുമല്ലോ അതിൽ ഫില്ല് ചെയ്യപ്പെടുന്നത്? ആസിഡും മെറ്റലും കൂടിയാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്. ഗ്യാസ് ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഗ്യാസ് ഫിൽഡ് ഇൻ ദ ബലൂൺ? ഓക്കെ, എന്തൊക്കെയാണ് ആ ഗ്യാസിൻ്റെ പ്രോപ്പർട്ടീസ്? ആ ഗ്യാസ് എന്ന് പറയുന്നത് ഹൈലി ഫ്ലെയിമബിൾ ആണ്, അതുപോലെ ലൈറ്റസ്റ്റ് ഗ്യാസ് ആണ്, ദെൻ കളർലെസ്സും മോട്ടർലെസ്സും നിറവും മണവും ഇല്ലാത്തൊരു ഗ്യാസ് ആണ് അല്ലേ. ദെൻ ബി പാർട്ട് കഴിഞ്ഞാൽ സി പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റൻ ആണ് പ്ലാൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ടു പ്രൊഡ്യൂസ് ദ സെയിം ഗ്യാസ് യൂസിങ് വിനിഗർ ആൻഡ് മാഗ്നീഷ്യം റിബൺ. ഇവിടെയും നമുക്ക് എന്തൊക്കെ തന്നെയാണുള്ളത്? ആസിഡും അതുപോലെ തന്നെ ഒരു മെറ്റലും ആണുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാം. പുട്ട് ഓൺ യുവർ സേഫ്റ്റി ഗോഗിൾസ്. നമ്മൾ എപ്പോഴും ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റി ഗോഗിൾസ്, ഗ്ലൗസ് ഒക്കെ ധരിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ദെൻ പോർ അബൌട്ട് 30 ml ഓഫ് വിനിഗർ ഇൻ ടു ദ ടെസ്റ്റ് ട്യൂബ് ഓർ ഗ്ലാസ് കണ്ടെയ്നർ. ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ വിനിഗർ ഒഴിച്ചു. യൂസിങ് ട്വീസേഴ്സ് ഫോർ ഫോർസെപ്സ് ടേക്ക് എ സ്മോൾ പീസ് ഓഫ് മാഗ്നീഷ്യം റിബൺ. നമ്മളൊരു ചെറിയൊരു മാഗ്നീഷ്യം റിബൺ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വളരെ കെയർഫുള്ളി ആ ടെസ്റ്റ് ട്യൂബിലേക്ക് ഇടണം. ദെൻ ക്വിക്ലി സ്ട്രെച്ച് ദ ബലൂൺ ഓവർ ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്തിലേക്ക് നമ്മൾ ആ ഒരു ബലൂണിൻ്റെ വായ് ഭാഗം ഒന്ന് ചേർത്ത് വെക്കുക. ദെൻ കുറച്ച് കഴിയുമ്പോൾ ബലൂൺ വീർത്ത് വരുന്ന കാണാൻ സാധിക്കും. അവിടെയും നമുക്ക് എന്ത് കിട്ടി? ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഓക്കെ, അടുത്തത് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ ഫിഗർ വിച്ച് മെറ്റൽ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഇലക്ട്രിസിറ്റി ടു പാസ് ടു. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ ലൈൻസിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് അലൂമിനിയം അല്ലേ. കോപ്പർ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾ അലൂമിനിയം ആണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ
Draw an open circuit using the symbols of a mini motor, conducting wire, battery and a switch. നമ്മൾ സാധാരണ വരച്ചിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം, ബേസിക് സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് കണ്ടക്റ്റിംഗ് വയറും ബാറ്ററിയും അതുപോലെ സ്വിച്ചും ബൾബും വെച്ചിട്ടുള്ള ഡയഗ്രാമാണ് നമ്മൾ സാധാരണ വരക്കാറുള്ളത്. ആ സെയിം ഡയഗ്രത്തിൽ ബൾബിന് പകരം ഒരു മിനി മോട്ടറിന്റെ സിമ്പിൾ വരച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ ആയി കഴിഞ്ഞു കേട്ടോ. ഓക്കെ, യെസ്. അടുത്തതാണ് the different types of bulbs used in our homes are LED, CFL and filament bulb. നമ്മൾ commonly യൂസ് ചെയ്യുന്നവരാണ്. The following table indicates their properties. അവരുടെ പ്രോപ്പർട്ടീസ് കാണിച്ചിട്ടുള്ള ഒരു ടേബിൾ ആണ് തന്നിട്ടുള്ളത്. Examine the table and write your findings. നമ്മൾ ഈ ഒരു ടേബിൾ എക്സാമിൻ ചെയ്തിട്ട് നമ്മുടെ ഫൈൻഡിങ്സ് എഴുതണം. അതുപോലെ തന്നെ which bulb is better to use in our home. നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ബൾബ് ഏതാണെന്ന് നമ്മൾ എഴുതണം. ഏതാണ്? LED ബൾബാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്. ബിക്കോസ് എന്തുകൊണ്ടാണ്? LED അവിടെ എനർജി എഫിഷ്യൻസി എത്ര പെർസെൻറ്റേജ് ആണ്? 85% തൊട്ട് 90% വരെ നല്ല എനർജി എഫിഷ്യൻസി ഉണ്ട്. അതുപോലെ അതിൻ്റെ എനർജി കൺസപ്ഷൻ എത്രത്തോളം എനർജി അത് എടുക്കുന്നുണ്ട്? ഒരു 6 മുതൽ 20 വാട്ട്സ് വരെ എനർജി അത് കൺസ്യൂം ചെയ്യുന്നുള്ളൂ. പക്ഷേ 90%ഓളം എഫിഷ്യൻസി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പക്ഷേ ഫിലമെന്റ് ബൾബൊക്കെ നോക്കിയേ 10% എനർജി എഫിഷ്യൻസി ഉള്ളൂ. പക്ഷെ നമ്മൾ 100 വാട്ട് വരെ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ LED കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് എഴുതി കൊടുക്കാം. LED ബൾബ്സ് റിക്വയർഡ് ലെസ് എനർജി ദാൻ CFL. CFLനേക്കാളും ഫിലമെന്റ് ബൾബിനേക്കാളും കുറച്ച് എനർജി മാത്രം LED മതി. ഗ്രേറ്റർ എനർജി സേവിങ്സ്, എനർജി നന്നായി സേവ് ചെയ്യുന്നുണ്ട്. ലോങ്ങർ LED ലൈഫ് സ്പാൻ, LEDക്ക് നല്ല ലൈഫ് സ്പാൻ ഉണ്ട്. എക്കോ ഫ്രണ്ട്ലി ആണ്, പ്രൈസ്ലെസ്, അധികം പൈസയും ഇല്ല. ഓക്കെ, അപ്പോൾ LED ആണ് നമ്മുടെ വീടുകളിൽ ഏറ്റവും യൂസ് ചെയ്യാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബൾബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, പക്ഷെ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.